ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മിസ്സാവാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ വെള്ളത്തിന് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ചെറിയ രീതിയിൽ വെള്ളം ഒന്ന് തിളയ്ക്കാറായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് റവയാണ്. വറുത്തതോ വറക്കാത്തതോ ആയ റവ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ റവ ഞാൻ വറുത്തിട്ടൊന്നുമില്ല, കടയിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ 1 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു അളവിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതേ രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോഴും റവ ടൈറ്റായിട്ട് വരും. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പം ഇതിൻ്റെ ആവി നിന്നിട്ട് നല്ലതായിട്ട് നമ്മുടെ ഈ ഡോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അതിനുശേഷം നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ ദാ ഈ ഒരു ലെവലിലായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്താ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ഒരു രീതിയിൽ വരണം. അന്നേരമാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേ കടായി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മുട്ട നമുക്കൊന്ന് ചിക്കി എടുക്കണം കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആവുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ദാ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ടയൊന്ന് കോരിയെടുത്ത ശേഷം അതേ പാനിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കൂടെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ വെള്ളപ്പെട്ടൊക്കെ മാറി നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആവുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് തുറന്നു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ മാറി മാറി വെച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഞാനിന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുരുമുളക്. കൂടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നല്ല രീതിയിലൊന്ന് എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒറിഗാനോയാണ് കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ കൂട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് കയ്യിലില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒറിഗാനോയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് തന്നെ നമ്മുടെ റവയുടെ കൂട്ടൊക്കെ ചൂടൊക്കെ മാറിതാ ഇതേ രീതിയിലൊന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ക്യാരറ്റ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നല്ല രീതിയിൽ ഇതേ രീതിയിൽ ഞാനിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ റവ കൊണ്ട് തയ്യാറാക്കിയതാണെന്നൊന്നും പറയില്ല, അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിത് തുറന്ന് വെച്ച് കൊടുത്താൽ ഡ്രൈ ആയി പോകും. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. ഇനി ദാണ്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. സൈഡൊക്കെ നല്ലതുപോലെ കനം കുറച്ച് വേണം എടുക്കാൻ. അടിവശം കനം കുറയ്ക്കരുത്. സൈഡ് നല്ലതുപോലെ കനം കുറച്ചിട്ട് ഇതേ രീതിയിലൊന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇതേ രീതിയിലൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് സീൽ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരാതിരിക്കാൻ നമ്മളിത് വിരലുകൊണ്ട് നന്നായിട്ട് അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് ഈ മാവ് രണ്ട് സൈഡിൽ നിന്നും സീൽ ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. കൈവെള്ളയിൽ വെച്ചിട്ട് നമ്മളിത് ഉരുട്ടിയെടുക്കരുത് കേട്ടോ, അപ്പോൾ പൊട്ടിപ്പോകും. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത ശേഷം കയ്യിൽ വെച്ചിട്ട് അമർത്തി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേ രീതിയിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതുപോലെ ഒരു 6 എണ്ണം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ക്യാരറ്റ് ഇരിക്കുന്ന കാണുമ്പോഴേ നല്ലൊരു ഭംഗിയാണ്, അതിനുവേണ്ടി മാത്രം ചേർത്ത് കൊടുത്താണ് ക്യാരറ്റ് കേട്ടോ. അപ്പോൾ ഇതിന് ഒന്നുകൂടി നല്ലൊരു ഷേപ്പ് വരുത്തുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റാപ്പറാണ്. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ റാപ്പ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. അത് ഞാനൊന്ന് കഴുകിയെടുത്ത ശേഷം ഉണക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈൻ അതിൻ്റെ മുകളിലേക്ക് വരും. നമ്മുടെ ഈ കവറിൻ്റെ നല്ലൊരു ഡിസൈൻ ഇതേ രീതിയിൽ വരും. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു കൗതുകമായിരിക്കും, അവർക്കത് കഴിക്കാനും തോന്നും. അപ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടകിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ആവി കയറ്റി കൊടുക്കാം. ഇത് അടച്ചു വെച്ച ശേഷം ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. കാരണം നമ്മുടെ ഈ റവയൊക്കെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മളിതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ സ്നാക്സ് ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഏത് നേരത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്സ് ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വെക്കുന്ന ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണ്. ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.